ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ 20-21 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AD 1865 പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യൂയാക്കീം മാർ കൂറിലോസ് ബാവായാണ് മോർ പത്രോസ് മാർ പൗലോസ് സ്ലീഹന്മാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നാടൊന്നാകെ ആഘോഷിക്കുകയാണ്. അങ്ങാടിക്ക് ചുറ്റും 9ഓളം പ്രാദേശിക കമ്മിറ്റികളാണ് പെരുന്നാളിൽ പങ്കെടുക്കുന്നത്. പെരുന്നാളിന്റെ ഭാഗമായി പള്ളിയിൽ ഒരുക്കിയ വൈദ്യുത ദീപാലങ്കാരം 19 ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സ്വിച്ച് ഓൺ ചെയ്യും. 20 വ്യാഴാഴ്ച വൈകിട്ട് 6:15 സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോറപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൊൻവെള്ളി കുരിശുകൾ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം എന്നിവയുണ്ടാകും. രാത്രി 9 തലയിലപ്പുള്ള ഗജവീരന്മാരെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യ കലാകാരന്മാരെ അണിനിർത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. 21 വെള്ളിയാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 8:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് രാജകുമാരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പെരുന്നാൾ സന്ദേശം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. കൂടാതെ 5 ദിവസത്തേക്ക് 1,95 ലക്ഷം രൂപയ്ക്ക് പെരുന്നാൾ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. പെരുന്നാളിന് മുന്നോടിയായി പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ കൊടിയേറ്റവും വൈകിട്ട് വിവിധ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളും പെരുന്നാളിന് കൊടിയേറ്റിയതായും ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ N. ജ്യോതി പ്രകാശിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗവും നടത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങൂന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത്തെ ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ മാസം 20-21 തീയതികളിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായി ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനാനന്തരം കൊടി ഉയർത്തി 19-ാം തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കപ്പെടും. അതേപോലെ 20-ാം തീയതി വൈകുന്നേരം 6:15 മണിക്ക് സന്ധ്യാപ്രാർത്ഥന പള്ളിയിൽ ആരംഭിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്യ ജേക്കബ് ചാലിശ്ശേരി കോർപ്പിസ്കോപ്പ നേതൃത്വം നൽകുകയും ചെയ്യും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികരുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദക്ഷിണം ക്രമീകരിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി വാദ്യഘോഷങ്ങളോടും ഗജവീരന്മാരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ ആഘോഷം അങ്ങാടിയിൽ നടക്കും. പ്രഭാതത്തിൽ അങ്ങാടി അവസാനിപ്പിക്കുമ്പോൾ പള്ളിയിൽ 21-ാം തീയതി രാവിലെ 7:30 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8:30 മണിക്ക് വിശുദ്ധ കുർബാനയും ക്രമീകരിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് മീനങ്ങാടിയിലുള്ള ബാബു ചാത്തനാട്ട് അച്ഛനാണ് ഈ വർഷത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിക്കുന്നത്. തുടർന്ന് 12 മണിയോടുകൂടി ദേശത്തുള്ളതായ പെരുന്നാൾ ആഘോഷം നടക്കുകയും 5:30 മണിയോടുകൂടി പള്ളിയിലെത്തി അത് സമാപിക്കുകയും ചെയ്യും. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച സദ്യയും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വർഷം പള്ളിയുടെ 160ാമത്തെ പെരുന്നാളാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ വന്നിട്ടുള്ള യൂയാക്കീം മാർ കൂറിലോസ് തിരുമേനിയാണ് ഈ പള്ളി 159 വർഷം മുമ്പ് സ്ഥാപിച്ചത്. അന്നു മുതൽ ഇന്നുവരെയും ദൈവാനുഗ്രഹങ്ങളുടെ ഉറവിടമായി, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് സന്തോഷം നൽകുന്ന ഈ പുണ്യ ദൈവാലയത്തിന്റെ പെരുന്നാളിൽ ഏവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കടന്നു വന്ന് ആ പെരുന്നാളിൽ ധന്യമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്യും.